പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം 21-ാം ശ്ലോകം. ഇരുപതാമത്തെ ശ്ലോകത്തിൽ ചർച്ച ചെയ്തത് കർമ്മയോഗി അല്ലെങ്കിൽ തത്വജ്ഞാനി കർമ്മത്തിൽ അഭിപ്രവൃത്തവും താല്പര്യപൂർവം വളരെ ശ്രദ്ധയോടുകൂടി ഉത്സാഹപൂർവം പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും നൈവ കിഞ്ചിത് കരോതി, അയാളൊന്നും ചെയ്യുന്നില്ല. ഗീതയുടെ ഏറ്റവും പ്രധാനമായൊരു സന്ദേശം ഇതാണ്: കർമ്മം ബന്ധിക്കുന്നില്ല. കർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ടൊരിക്കലും കർമ്മം ചെയ്യുന്നവനെ കർമ്മം ബന്ധിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനമായി ഗീതയിൽ ചർച്ച ചെയ്യുന്നത്. കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ആവർത്തിച്ച് ചർച്ച ചെയ്യുന്ന കാര്യവും ഇത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞു, രണ്ട് മാർഗങ്ങളുണ്ടെന്ന്: പ്രവൃത്തി മാർഗം, നിവൃത്തി മാർഗം. അത് പ്രവൃത്തി മാർഗത്തിൽ സാധാരണ കർമ്മം ചെയ്യുന്നു, ആ കർമ്മം ഫലത്തെ ഉണ്ടാക്കാം, ധർമാനുഷ്ഠാനം ബന്ധിക്കാം, അതിനെല്ലാം സാധ്യതയുണ്ട്. പക്ഷെ നിവൃത്തി മാർഗത്തിൽ കർമ്മം ബന്ധിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കുന്നുണ്ട്. അവിടെ തന്നെ ഒരാൾ കർമ്മം ചെയ്യുന്നു, കർമ്മം അയാളെ ബന്ധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത് സന്യാസീച്ച യോഗീച്ച. കർമ്മ സന്യാസിയുമാണ്, കർമ്മയോഗിയുമാണ്. കർമ്മം അയാൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് അയാളെ കർമ്മയോഗി എന്ന് പറയും. എന്നാൽ മാനസികമായി കർമ്മത്തോടെ അയാൾ ബന്ധം വയ്ക്കാത്തതുകൊണ്ട് അയാളെ സന്യാസി എന്നും പറയുന്നു. കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ കർമ്മത്തിൽ നിന്ന് നിവൃത്തനായിരിക്കുന്നു. അതാണ് ഗീതയിൽ പറയുന്ന, മുഖ്യമായി പ്രധാനമായി പറയുന്ന കർമ്മസന്യാസം. കർമ്മത്തെ ബാഹ്യമായി ഉപേക്ഷിക്കലല്ല. അർജുനനോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സന്യാസമാണ്. അർജുനൻ ആഗ്രഹിച്ച തരത്തിലുള്ള സന്യാസമല്ല, കർമ്മത്തിൽ അനാസക്തനായിരിക്കുക, കർമ്മം ചെയ്യുക. അത് കർമ്മയോഗവും കർമ്മസന്യാസവും തന്നെ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഇനി മറ്റൊരു കൂട്ടരുമുണ്ട്, അതാണ് അടുത്ത് പറയുന്നത് 21-ാമത്തെ ശ്ലോകം. കർമ്മത്തെ പൂർണ്ണമായും ത്യജിക്കുന്നവർ. നിരാശീർഹ്യത ചിത്താത്മാ സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ഭാഷ്യം. യഃ പൂർവോക്ത വിപരീത പ്രാഗേവ കർമാരംഭാത് ബ്രഹ്മണി സർവാന്തരേ പ്രത്യേകാത്മനി നിഷ്കൃതിയേ സഞ്ജാതാത്മദർശന സദൃഷ്ട ആദൃഷ്ട ഇഷ്ടവിഷയ ആശീർവർജിതതയാ
ദൃഷ്ടാദൃഷ്ടാർത്ഥേ കർമ്മണി പ്രയോജനം അവശ്യ സസാധനം കർമ്മസന്യസ്യ ശരീരയാത്രാ മാത്രചേഷ്ടോ യതി ജ്ഞാനനിഷ്ഠോ മുച്യതേ ഇത്യേദം അർത്ഥം ദർശയിതുമാഹ. പുനർപൂർവോക്ത വിപരീത, ഈ ജന്മത്തിൽ തന്നെ, ഒരു ജന്മത്തിൽ തന്നെ നേരത്തെ പറഞ്ഞയാൾ കർമ്മം ചെയ്യുന്നു, കർമ്മണ്യ അഭിപ്രവൃത്തവും. ഇനി ഒരു ജന്മത്തിൽ തന്നെ, പല ജന്മങ്ങളിലായി ഇതെല്ലാം നടക്കാം. കർമാനുഷ്ഠാനം നടക്കാം, കർമ്മയോഗം നടക്കാം, പിന്നെ കർമ്മ ത്യാഗം വരാം, പല ജന്മങ്ങൾ. ഇത് ഒരു ജന്മത്തിലെ കാര്യം പറയുകയാണ്. പൂർവോക്ത വിപരീത, അയാൾ ജനിച്ചു, പ്രാഗേവ കർമാരംഭ എന്ന് പറയുമ്പോൾ അയാൾ കർമാനുഷ്ഠാനത്തിലേക്ക് കടന്നതേയില്ല. കർമ്മ അനുഷ്ഠാനത്തിന് മുമ്പ് തന്നെ ബ്രഹ്മണി സർവാന്തരേ പ്രത്യേകാത്മനി നിഷ്ക്രിയേ സഞ്ജാതാത്മദർശനം, ആത്മദർശനമുണ്ടായി. സർവാന്തരമായിരിക്കുന്ന, അത് തന്നെ പ്രത്യേകാത്മാവായിരിക്കുന്ന, തന്റെ സ്വരൂപമായിരിക്കുന്ന, നിഷ്ക്രിയമായിരിക്കുന്ന, കർമ്മരഹിതമായിരിക്കുന്ന ആത്മാവിൽ സഞ്ജാത ആത്മദർശന, ആത്മദർശനം സഞ്ജാതമായി, സ്വാനുഭവമായി. അയാളെ സംബന്ധിച്ച് സദൃഷ്ട അദൃഷ്ട ഇഷ്ട വിഷയ ആശീർവിവർജിതയ, ദുഷ്ടവും അദുഷ്ടവുമായിട്ടുള്ള ഇഷ്ടവിഷയങ്ങളിൽ അയാൾക്ക് ആശയില്ല. ദുഷ്ടമായിരിക്കുന്ന ഈ ലോകത്തിൽ ധനം, പുത്രൻ തുടങ്ങിയ ആഗ്രഹങ്ങൾ, ദുഷ്ടമായ ഇഷ്ടവിഷയങ്ങൾ, അദുഷ്ടമായിരിക്കുന്ന സ്വർഗം, പുണ്യം തുടങ്ങിയ ഇഷ്ടവിഷയങ്ങൾ, ഇതിൽ ആശയ വിവർജിതതയാണ്. അയാൾക്ക് ഈ ജന്മത്തിൽ ആരംഭത്തിൽ തന്നെ അയാൾ അതിനൊക്കെയുള്ള ആശ നശിച്ചു. പൂർവ്വജന്മപരിഭാഗം കൊണ്ടാകാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ദുഷ്ട അദുഷ്ടാർത്ഥേ കർമ്മണി പ്രയോജനം അപശ്യൻ. ദുഷ്ടാർത്ഥമായ കർമ്മം, ദുഷ്ടമായ പ്രത്യക്ഷമായ പ്രയോജനം ഉള്ളതായ പ്രവൃത്തികളിലും അദുഷ്ടമായ, ഈ ജന്മത്തിൽ ഈ ശരീരത്തോടുകൂടിയിരിക്കെ കാണാൻ കഴിയാത്തതായ പ്രയോജനങ്ങളുള്ള കർമ്മങ്ങളിലും പ്രയോജനം അവശ്യൻ, അതിലൊന്നും യാതൊരു പ്രയോജനവും കാണുന്നില്ല. സസാധനം കർമ്മസന്യസ്യ, ആ കർമ്മസാധനങ്ങളോടുകൂടി കർമ്മത്തെ സന്യസിക്കുന്നു. മുഖ്യമായ സന്യാസം. കർമ്മത്തിന് സാധനമായിരിക്കുന്ന, അതിൽ വർണ്ണ ആശ്രമധർമ്മങ്ങളും പെടും. അങ്ങനെയുള്ള വർണ്ണധർമ്മങ്ങളെ, ആശ്രമധർമ്മങ്ങളെ എല്ലാം സന്യസിച്ച് ശരീരയാത്രാ മാത്ര ചേഷ്ടോ, അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രവർത്തനങ്ങളും തനിക്ക് വേണ്ടിയോ ലോകസംഗ്രഹാർത്ഥമോ യാതൊരു പ്രവർത്തനവുമില്ലാതെ ശരീരയാത്രാ മാത്ര ചേഷ്ടനായി, ശരീരത്തിന്റെ പോക്ക്, നിലനിൽപ്പ്, അതിന് വേണ്ടി മാത്രമുള്ള പ്രവൃത്തി. അങ്ങനെയുള്ള യതി ജ്ഞാനനിഷ്ഠോ, അയാൾ ജ്ഞാനനിഷ്ഠനായിരിക്കുന്നു. അയാൾ ലോകസംഗ്രഹാർത്ഥം ഒന്നും പ്രവർത്തിക്കുന്നില്ല, ശരീരയാത്രയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. അടുത്ത് പറയും തെക്ത സർവ പരിഗ്രഹ, എതിർ ജ്ഞാനനിഷ്ഠോ മുച്യതേ, മോചിക്കപ്പെടുന്നു. ഇത്യേദം അർത്ഥം ദർശയിതുമാഹ. ഈ കാര്യത്തെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത ശ്ലോകം നിരാശീർ നിർഗത ആശിഷോ യസ്മാസ നിരാശി. എല്ലാ ആഗ്രഹങ്ങളും അയാളിൽ നിന്ന് നിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ലോകസംഗ്രഹത്തിന് വേണ്ടിയുള്ള ആഗ്രഹമില്ല. ലോകത്തിന് നന്മ ചെയ്യണം, ലോകത്തെ തിന്മയിൽ നിന്ന് രക്ഷിക്കണം, ധർമ്മത്തെ പുനഃസ്ഥാപിക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കൂടിയില്ല. നിരാശി,
നിർഗത ആശിഷ യസ്മ. അയാളിൽ നിന്ന് ആശകളെല്ലാം ലോകവാസനകൾ ലേശമില്ല. അതുകൊണ്ടാണ് എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തനായവൻ നിരാശീഹി യഥചിത്താത്മ. അയാളുടെ സ്വരൂപം തന്നെ എന്താണ്? യമനം ചെയ്യപ്പെട്ട ചിത്തമാണ്. യാതൊരു തരത്തിലുള്ള വിക്ഷേപങ്ങളും പ്രാപഞ്ചികമായ വിക്ഷേപങ്ങളും അയാളുടെ അന്ധകരണത്തിലില്ല, സങ്കല്പങ്ങളുമില്ല. യഥചിത്താത്മാ ചിത്തം അന്ധകരണം ആത്മാ ബാഹ്യ കാര്യകരണസംഘാത തൗ ഉഭോവപി യതോ സംയതോ യേന സയത ചിത്താത്മാ. യഥം നിയന്ത്രിതമായ ചിത്തവും ആത്മാവും ഉള്ളവൻ. ആത്മാവിനെ പ്രത്യേകിച്ച് നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആത്മശബ്ദത്തിലൂടെ ബാഹ്യകാര്യകരണങ്ങളെന്നുള്ള അർത്ഥമാണ് നടക്കുന്നത്. ആത്മശബ്ദത്തിന് ശരീരമൊന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തെ ഇവിടെ എടുത്തത്. ചിത്തം എന്ന് വെച്ചാൽ അന്ധകരണം, ആത്മാന്ന് വെച്ചാൽ ബാഹ്യകാര്യകരണ സംഘാതം. തവ ഉഭവ ഇത് രണ്ടിനെയും, അന്ധകരണത്തെയും ശരീരത്തെയും യഥോ സംയതോ യേന സംയതമായവൻ, യാതൊരു വിക്ഷേപങ്ങളില്ലാത്തവൻ, തന്നെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ചിന്തിക്കാത്തവൻ, സയത ചിത്താത്മാ. അയാളെ സംബന്ധിച്ചിടത്തോളം ലോകസംഗ്രഹ പ്രവൃത്തികളൊന്നും ഇല്ല. എന്തുകൊണ്ട്? അയാളെ സംബന്ധിച്ച് ലോകമേ ഇല്ല. ഇല്ലാത്ത ലോകത്തിനു വേണ്ടി എങ്ങനെ പ്രവർത്തിക്കും? സംബന്ധിച്ച് സംസാരം തനിക്കില്ല, സംസാരം ആർക്കുമില്ല. തനിക്കില്ലാത്ത സംസാരം മറ്റാർക്കാണുള്ളത്? ആർക്കുമില്ല. അങ്ങനെയുള്ള എന്ത് ചെയ്യുന്നു? തെക്ത സർവപരിഗ്രഹം. തെക്ത സർവപരിഗ്രഹേന. ലോകദൃഷ്ടിയോടുകൂടി പ്രവർത്തിക്കുന്ന തത്വജ്ഞാനികൾ, അവർക്ക് ഒരുപാട് പരിഗ്രഹങ്ങൾ ആവശ്യമാണ്. ലോകസംഗ്രഹ പ്രവർത്തനത്തിന് ആവശ്യമുള്ള സമ്പത്തും മറ്റ് കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. പക്ഷെ ഇവിടെ പറയുന്ന ആളാണെങ്കിലോ തെക്ത സർവപരിഗ്രഹം, സർവപരിഗ്രഹങ്ങളെയും ബാഹ്യമായി തന്നെ ത്യജിച്ചവൻ. മനസ്സുകൊണ്ട് ത്യജിച്ചിട്ട് ബാഹ്യമായി ഉപയോഗിക്കുന്നതല്ല. അത് നേരത്തെ പറഞ്ഞ കൂട്ടർ. കർമ്മണ്യ അഭിപ്രവൃത്തോവി എന്ന് പറഞ്ഞ ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞു. അവർ കർമ്മത്തിൽ താല്പര്യപൂർവ്വം പ്രവർത്തിക്കുന്നു, കർമ്മം അവരെ ബന്ധിക്കുന്നില്ല. ഈ പറയുന്നവരാണെങ്കിലോ ഒരു പരിഗ്രഹങ്ങളുമില്ല. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വരുന്നിടത്ത് പരിഗ്രഹങ്ങൾ ആവശ്യമാണ്. പലതും വേണ്ടി വരുന്നു. ആ പ്രവൃത്തിയെ ഭൗതികമായ പ്രവൃത്തിക്ക് ഭൗതികമായ വിജയസാധ്യതകളുണ്ട്. അതെല്ലാം നേടുന്നതിന് അതിനു വേണ്ടുന്ന ഉപകരണങ്ങൾ ആവശ്യമാണ്, സമ്പത്തും മറ്റും. ഇവിടെ എന്താണ്? തെക്ത സർവപരിഗ്രഹം. അങ്ങനെ യാതൊരു തരത്തിലുള്ള പരിഗ്രഹവും തന്റേതായി സൂക്ഷിക്കുന്നില്ല. എന്ന് വെച്ചാൽ ആശ്രമമില്ല, ശിഷ്യന്മാരില്ല, ആർക്കും ഉപദേശം കൊടുക്കുന്നില്ല. അങ്ങനെയൊരവസ്ഥയുണ്ട്. തെക്ത സർവപരിഗ്രഹേന സ. അങ്ങനെയുള്ളവൻ എന്ത് ചെയ്യുന്നു? പിന്നെ എന്ത് ചെയ്യുന്നു? സ ശരീരം ശരീരസ്ഥിതി മാത്ര പ്രയോജനം കേവലം തത്രാപ്യഭിമാനവർജിതം കർമ്മ കുർവൻ. അങ്ങനെയുള്ളവൻ ശാരീരം കേവലം കർമ്മ, ശരീരസ്ഥിതി മാത്ര പ്രയോജനം, ശരീരസ്ഥിതി മാത്രം പ്രയോജനമായിട്ടുള്ള കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുക, ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിൽ മാത്രം. അപ്പൊ ശരീരം പറയുന്നു, അപ്പൊ ശരീരം നിലനിർത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ? അല്ല. തത്രാപ്യ അഭിമാനവർജിതം,
ശരീരത്തിലൊരു അഭിമാനം ഉണ്ടായിട്ട് ഈ ശരീരം മാത്രം ഇനി എനിക്ക് നിലനിർത്തിയാൽ മതി, വേറൊന്നും എനിക്ക് ചെയ്യേണ്ടതായിട്ടില്ല, അങ്ങനെ ചിന്തയോടുകൂടിയല്ല. അങ്ങനെ ചിന്തിക്കുന്നില്ല. വേറൊരു പ്രവൃത്തിയും എന്നിലില്ല, ലോകസംഗ്രഹ പ്രവൃത്തികളൊന്നുമില്ല, എനിക്കിനി ഒരു ധർമ്മമേ ഉള്ളൂ, എന്റെ ശരീരത്തെ നിലനിർത്തുക, അങ്ങനെയില്ല. അത്തരത്തിലുള്ള അഭിമാനമില്ലാതെ സ്വന്തം പ്രാരബ്ധത്തിന് അനുസരിച്ച് ശരീരം എങ്ങനെയാണോ നിലനിൽക്കേണ്ടത് അത് അങ്ങനെ പ്രാരബ്ധായ സമർപ്പിത, പ്രാരബ്ധത്തിനായി ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാരബ്ധം അനുസരിച്ച് എങ്ങനെയാണോ ഈ ശരീരം നിലനിൽക്കേണ്ടത് അതിന് വഴങ്ങിക്കൊണ്ട് ശരീരത്തെ യാതൊരു തരത്തിലുള്ള അഭിമാനവും വയ്ക്കാതെ, ശരീരാഭിമാനം നശിച്ചിട്ട് ശരീരം നിലനിൽക്കുന്നു. ഒരു ജീവന്റെ ശരീരത്തെ നിലനിർത്തുന്നത് ആ ശരീര സംബന്ധിയായിട്ടുള്ള പ്രാണനാണ്. പക്ഷെ ഒരു അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആ പ്രാണൻ മാത്രമല്ല ശരീരത്തെ നിലനിർത്തുന്നത്, ശരീരാഭിമാനം കൂടിയാണ്. പ്രാണചേഷ്ടയോടുകൂടിയിരിക്കുന്ന ശരീരത്തിൽ ആത്മാഭിമാനവും വരുന്നു. ഇതാണ് ശരീരത്തെ നിലനിർത്തുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന ആളാണെങ്കിലോ ശരീരത്തിൽ പ്രാണചേഷ്ടയുണ്ട്, പക്ഷെ അവിടെ അഭിമാനമില്ല. ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ബോധപൂർവമൊന്നും ചെയ്യുന്നില്ല. പ്രാരബ്ധമനുസരിച്ച് അവശേഷിക്കുന്ന ഒരേ ഒരു കർമ്മം ഈ ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹജമായ പ്രവൃത്തിയാണ്. അങ്ങനെയുള്ള പ്രവൃത്തി ശരീരത്തിൽ നിൽക്കുമ്പോൾ അത് സംസാരത്തിന്റെ ഭാഗമല്ലേ. അതുകൊണ്ടും പ്രവൃത്തി അവിടെ ഉള്ളപ്പോൾ അവിടെ പുണ്യഭാവങ്ങൾ വരത്തില്ലേ, ഹിംസ അവിടെ വരത്തില്ലേ, ഭക്ഷണം കഴിക്കുന്നത് ഹിംസയല്ലേ, സഞ്ചരിക്കുന്നത് ഹിംസയല്ലേ, അവിടെയും അതും പൂർണ്ണമാവും. അതും ഒരു തരത്തിൽ പറഞ്ഞാൽ കർമ്മത്തിന്റെ മണ്ഡലമല്ലേ. പറയുന്നു നാപ്നോതി ന പ്രാപ്നോതി കിൽബിഷം അനിഷ്ടരൂപം പാപം ധർമ്മം ച. പറയുന്നു അങ്ങനെ ചെയ്യുന്നവനെ സംബന്ധിച്ച് അവന് ന കിൽബിഷം അനിഷ്ടരൂപം പാപം, കിൽബിഷം പാപം, ധർമ്മം പുണ്യം, പാപപുണ്യങ്ങൾ അവനെ ലേശവും സ്പർശിക്കുന്നില്ല. അങ്ങനെ വരുന്നത് അത്യപൂർവമായ സുഹൃത്തുക്കൾക്കാണ്. ഈ ലോകമേ അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ ശരീരവും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകസംഗ്രഹം പ്രവൃത്തികളും വേണ്ട, ശരീര സംബന്ധിയായ പ്രവൃത്തികളുമില്ല. പിന്നെ പ്രാരബ്ധ ചേഷ്ടാമാത്രനായി ശരീര സംബന്ധിയായോ ലോകത്തെ സംബന്ധിച്ചോ യാതൊരു സങ്കല്പങ്ങളുമില്ലാതെ, യാതൊരു തരത്തിലുള്ള പുണ്യപാപങ്ങളും ആർജിക്കാതെ, ശരീര സംബന്ധിയായിട്ടുള്ള സുഖദുഃഖങ്ങൾ അനുഭവിക്കാതെ, സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും രണ്ടും പ്രവർത്തിക്കാതെ, ധർമ്മോവി മുമുക്ഷുഹു കിൽബിഷമേവ ബന്ധാപാതകത്വ. മുമുക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം ധർമാനുഷ്ഠാനം അതാണ് പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ അതും കിൽബിഷമേവ, അതിൽ നിന്നും അയാൾ പാപത്തെയാണ് സമ്പാദിക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ നിന്നുണ്ടാകുന്ന പുണ്യവും ജന്മത്തിന് കാരണമായിത്തീരുന്നു. അതുകൊണ്ട് ബന്ധാപാതകത്വം, അങ്ങനെയാണ് ധർമ്മം ബന്ധത്തിന് കാരണമായിത്തീരുന്നു. മുമുക്ഷു കേവലമായ ധർമാനുഷ്ഠാനത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ, മുമുക്ഷു സൽക്കർമാനുഷ്ഠാനത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ അതയാൾക്ക് പുണ്യത്തെ ഉണ്ടാകും. ആ പുണ്യം അയാൾക്ക് ബന്ധനത്തെ ഉണ്ടാകും. കർമ്മയോഗിയെക്കുറിച്ചല്ല പറയുന്നത്. ഒരു മുമുക്ഷുവായ ഒരുവൻ എന്താണ് കർമ്മം, എന്താണ് കർമ്മയോഗം എന്ന് തിരിച്ചറിയാതെ അയാൾ സൽക്കർമ്മങ്ങളിൽ മുഴുകുകയാണ്. അങ്ങനെ മുഴുകുമ്പോൾ അയാൾക്ക് അതുകൊണ്ട് പുണ്യം ഉണ്ടാകും. പുണ്യം ജന്മത്തിന് കാരണമാണ്, അത് ബന്ധിപ്പിക്കും. അതുകൊണ്ട് ധർമ്മവും മോക്ഷവും കിൽബിഷമേഹ, ധർമ്മവും മോക്ഷവും പാപമാണ്. കർമ്മയോഗമായാൽ അത് സംഭവിക്കുന്നില്ല. തസ്മാത്താഭ്യാം മുക്തോ ഭവതി
സംസാരാത്മക്തോ ഭവതി ഇത്യർത്ഥ. അതുകൊണ്ട് എന്ത് വരുന്നു? ഇതിൽ നിന്നെല്ലാം, ആ പുണ്യപാപങ്ങളിൽ നിന്നെല്ലാം മുക്തനായി സംസാരമുക്തനായി ഭവിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? സർവത്യക്ത പരിഗ്രഹം, സർവപരിഗ്രഹങ്ങളും ത്യജിച്ച് പ്രപഞ്ചം തന്നെ സ്വപ്നസദൃശമായി കണ്ടുകൊണ്ട് ആ പ്രപഞ്ചത്തെ സംബന്ധിച്ച് യാതൊരു സങ്കല്പങ്ങളും വയ്ക്കാതെ, യാതൊരു തരത്തിലുള്ള ധർമ്മരക്ഷാ പ്രവർത്തനങ്ങളും ചെയ്യാതെ, അവിടെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, ചെയ്യാതിരിക്കുന്നതും ചെയ്യലാണ്. അപ്പോൾ ചെയ്യുക ചെയ്യാതിരിക്കുക, അനുഷ്ഠിക്കുക ത്യജിക്കുക, ഈ രണ്ട് ഭാവത്തിനുപരിയായി കേവലം പ്രാരബ്ധാധീനമായ ശരീരം നിലനിന്നു പോകുന്നു. അതിനനുസരിച്ചുള്ള ചേഷ്ടകൾ മാത്രം ഉള്ളവനായി കഴിയുന്ന പരമഹംസ യോഗിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ രണ്ട് കൂട്ടരും തമ്മിൽ എന്താണ് വ്യത്യാസം? വ്യത്യാസം എന്ന് വെച്ചാൽ ബാഹ്യമായി കാണപ്പെടുന്ന വ്യത്യാസം എന്താണ്? യാതൊരു തരത്തിലുള്ള വ്യവഹാര വിക്ഷേപങ്ങളും അന്ധകരണത്തിൽ കാണുന്നില്ല. ഈ രണ്ടാമത് പറഞ്ഞ യതി പരമഹംസനെ സംബന്ധിച്ച്. ആദ്യം പറഞ്ഞ തത്വജ്ഞാനിക്കാണെങ്കിലോ ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അതിൻ്റെതായ അന്ധകരണ വിക്ഷേപങ്ങൾ വരുന്നു. ബാഹ്യമായിട്ടാണെങ്കിലും സുഖദുഃഖ അനുഭവങ്ങൾ വരുന്നു. ഇവിടെ കർമ്മമുണ്ടോ അവിടെ കർമ്മത്തിനനുസരിച്ചുള്ള ഇച്ഛ, ജ്ഞാനം ഇതെല്ലാം പ്രവർത്തിക്കും. അതിനനുസരിച്ചുള്ള വ്യാവഹാരികമായ അനുകൂല പ്രതികൂല ഭാവങ്ങൾ വരും, സുഖദുഃഖ അനുഭവങ്ങൾ വരും. പ്രാരബ്ധ ദുഃഖം എന്ന് പറയുന്നത്, ആ പ്രാരബ്ധ ദുഃഖം അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ പറയുന്ന പരമഹംസനെ സംബന്ധിച്ചാണെങ്കിലോ യതിയെ സംബന്ധിച്ചാണെങ്കിലോ അത്തരത്തിലുള്ള പ്രാരബ്ധ ദുഃഖങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. ജീവൻ മുക്തൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ജീവൻ മുക്തനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സംസാരമുക്തനായിത്തീരുന്നു. അവർ ലോകത്തിന് ഉപദേശം പോലും കൊടുക്കുന്നില്ല. ലോകത്തിന് ഒരു തരത്തിലും പിടികൊടുക്കാതെ പോകുന്നു. ഇത് മറ്റൊരു കൂട്ടം. പൂർണ്ണമായ നിവൃത്തി മാർഗത്തിൽ ജ്ഞാനനിഷ്ഠന്മാരായിരിക്കുന്നവർ വ്യാവഹാരികമായ ദൃഷ്ടിയിൽ ആണ് ഈ പറയുന്നത്. ആത്മദൃഷ്ടിയിൽ, പരമാർത്ഥ ദൃഷ്ടിയിൽ രണ്ടു കൂട്ടരും തമ്മിൽ വ്യത്യാസമില്ല. ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തത്വജ്ഞാനിയും ലോകചിന്തയില്ലാത്ത പരമഹംസനും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. പക്ഷെ വ്യാവഹാരികമായ ദൃഷ്ടിയിൽ വ്യത്യാസമുണ്ട്. അതാണ് തത്വജ്ഞാനിയും ജീവൻ മുക്തനുമായി വേർതിരിക്കുന്നതും അതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ശ്ലോകവും മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത ഇനി ഭാഷകാരൻ ചർച്ച ചെയ്യുന്നത്. കിഞ്ച ശാരീരം കേവലം കർമ്മ ഇത്യത്ര കിം ശരീര നിർവൃത്തിയും ശാരീരം കർമ്മ അഭിപ്രേതം അഹോസിത് ശരീരസ്ഥിതി മാത്ര പ്രയോജനം ശാരീരം കർമ്മ. ശാരീരം കേവലം കർമ്മ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്തർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ശരീര നിർവൃത്തിയും, ശരീരം കൊണ്ട് ചെയ്യുന്നതായ കർമ്മങ്ങൾ, അങ്ങനെ ഒരു അർത്ഥമാണ് കൊടുക്കുന്നത്. അങ്ങനെയും പറയാമല്ലോ, ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രം ചെയ്യും. ശരീര നിർവൃത്തിയും ശാരീരം കർമ്മ. അതോ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ച് എന്താണ്? ഈ ശരീരസ്ഥിതിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നു, ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ മാത്രം.
കിഞ്ചാതോ യതി ശരീര നിർവർത്തിയും ശരീരം കർമ്മ യതിവ ശരീരസ്ഥിതി മാത്ര പ്രയോജനം ശരീരം ഉച്യതേ. യഥാ ശരീര നിർവർത്തിയും കർമ്മ ശരീരാ അഭിപ്രേതം സ്യാത് തഥാ ദൃഷ്ടാദൃഷ്ടപ്രയോജനം കർമ്മ പ്രതിഷിദ്ധമതി ശരീരേണ കുർവന്നാപ്നോതി ജന്മിഷം ഇതി ബ്രുവതു വിരുദ്ധാഭിധാനം പ്രസിദ്ധിയത്. അപ്പൊ തത്വജ്ഞാനി ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ചെയ്തു എന്നൊരർത്ഥം പറയാൻ പാടില്ല. അങ്ങനെ അവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അയാൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായ കർമ്മങ്ങളും ചെയ്യാമെന്ന് വരും. പാപം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിരുദ്ധമാണ്. ശരീരം കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു, ദുരാചാരങ്ങളും ചെയ്യുന്നു, അയാൾക്ക് പാപം വരുന്നില്ല എന്നാണ് പറയുന്നത്. അത് ശരിയല്ല. പ്രതിഷിദ്ധമപി ശരീരേണ കുർവന്നാപ്നോതി കൽപിഷമീതോ വിരുദ്ധാഭിധാനം പ്രസക്തിത. വിരുദ്ധമായ കഥനമാണ് പറയുന്നതെന്ന് വരും. ശാസ്ത്രീയം ച കർമ്മ ദൃഷ്ടാദൃഷ്ട പ്രയോജനം ശരീരേണ കുർവൻ നാപ്നോതി കിൽബിഷം ഇത്യപി ബ്രുവതോ അപ്രാപ്ത പ്രതിഷേധ പ്രസംഗ. ഇനി ശാസ്ത്രീയമായി ശാസ്ത്രം വിധിച്ചിട്ടുള്ള ദൃഷ്ടാദൃഷ്ട പ്രയോജനത്തോടുകൂടിയ പ്രവൃത്തികൾ ശരീരം കൊണ്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാപം വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് അപ്രസക്തമായ ഒരു കാര്യത്തെ നിഷേധിക്കുന്നു എന്ന് വരും. എന്തുകൊണ്ട്? വിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് പാപം വരുന്നില്ല. പാപം അവിടെ പ്രാപ്തമല്ല. പ്രാപ്തമല്ലാത്തതിനെ നിഷേധിക്കേണ്ട ആവശ്യം വരുന്നില്ല. സത്കർമ്മങ്ങൾ ചെയ്യുന്നവന് പാപം വരുന്നില്ല എന്ന് പറയേണ്ട കാര്യമില്ല. സത്കർമ്മങ്ങൾ ചെയ്യുന്നവനെ പാപം പ്രാപിക്കുന്നില്ല. പിന്നെ എങ്ങനെ അതിനെ നിഷേധിക്കണം? അത് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ശരീരം കർമ്മ കുർവനീതി വിശേഷണ കേവല ശബ്ദ പ്രയോഗാച്ച വാങ്മന നിർവർത്തിയും കർമ്മ വിധി പ്രതിഷേധ വിഷയം ധർമാധർമ്മ ശബ്ദവാച്യം കുർവൻ പ്രാപ്നോതി കൽവിഷം യുക്തം സ്യാത്. ഇനി ശാരീരം കേവലം കർമ്മ എന്ന് പറയുന്നത് കൊണ്ട് ഇങ്ങനെ അർത്ഥമെടുത്താലോ? വാക്കും മനസ്സും കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ളതും നിഷേധിച്ചിട്ടുള്ളതുമായി കേവലം ശരീരത്തെ ഒഴിവാക്കിയിട്ട് മനസ്സും വാക്കും കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവനെ പാപം ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ? അത് ശരിയല്ല. തത്രാവി വാങ് മനസാഭ്യാം വിഹിതാനുഷ്ഠാന പക്ഷേ കിൽബിഷപ്രാപ്തി വചനം വിരുദ്ധമാപത്തിയത്. അതും ശരിയല്ല. എന്തുകൊണ്ട്? വാക്കും മനസ്സും കൊണ്ട് വിഹിതമായ കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അവിടെയും പാപത്തെ നിഷേധിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അവിടെ പാപം പ്രാപ്തമാകുന്നില്ല. പ്രാപ്തമായതേ നിഷേധിക്കേണ്ട ആവശ്യമുണ്ട്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും സത്കർമ്മങ്ങളെ ചെയ്യുന്നവന് പാപം വരത്തില്ല എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പാപപ്രാപ്തിയില്ല. പ്രതിഷിദ്ധ സേവ പക്ഷേവി ഭൂതാർത്ഥ അനുപാത്രമാത്രം അനർത്ഥകം സ്യാത്. ഇനി നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നവനാണെങ്കിലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പാപം നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യണം വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അതും അനർത്ഥകമായി തീരും. യഥാത് ശരീരസ്ഥിതി മാത്ര പ്രയോജനം ശരീരം കർമ്മ അഭിപ്രേതം ഭവേ തഥാ ദൃഷ്ടാദൃഷ്ടപ്രയോജനം കർമ്മ വിധിപ്രതിഷേധഗമ്യം ശരീരവാങ്മന നിവർത്തിയം അന്യത് കുർവൻ തൈരേവ ശരീരാദിഭി ശരീരസ്ഥിതി മാത്ര പ്രയോജനം കേവല ശബ്ദപ്രയോഗാത് അഹം കരോമീത്യഭിമാനവർജിത ശരീരാദിചേഷ്ടാമാത്രം ലോകദൃഷ്ട്യാ കുർവൻ നാപ്നോതി കിൽബിഷം. ഏവം ഭൂതസ്യ പാപശബ്ദവാച്യ കിൽബിഷപ്രാപ്തി അസംഭവാത് കിൽബിഷം സംസാരം ആപ്നോതി ജ്ഞാനാഗ്നി ദഗ്ധ സർവകർമ്മത്വാത് അപ്രതിബന്ധേന മുച്യതേ വേദി പൂർവോക്ത സമ്യക് ദർശന ഫല അനുപാത ഏഷഃ. ഏവം ശാരീരം കേവലം കർമ്മ ഇത്യസ്യ അർത്ഥസ്യ പരിഗ്രഹേ നിരവധ്യം ഭവതി. അതുകൊണ്ട് ശാരീരം കേവലം കർമ്മ എന്ന് പറയുന്നിടത്ത് ശരീരസ്ഥിതി
മുക്തിക്ക് വേണ്ടി മാത്രമുള്ള കർമ്മം എന്നുള്ള അർത്ഥം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതിനടുത്ത് പറയുന്നത് തഥാ ദൃഷ്ടാദിഷ്ട പ്രയോജനം കർമ്മ, ദുഷ്ടമായും അധിഷ്ഠമായും ഫലത്തെ കൊടുക്കുന്നതായ കർമ്മങ്ങൾ വിധി പ്രതിഷേധഗമ്യം, വിധിശാസ്ത്രത്തിൽ നിന്നും പ്രതിഷേധശാസ്ത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ശരീരവാങ് മനസ നിർവൃത്യം, ശരീരവാങ് മനസ്സുകളെ കൊണ്ട് ചെയ്യുന്നത് അന്യത് കുർവൻ, അതൊഴികെയുള്ള കർമ്മങ്ങൾ. തൈരൈവ ശരീരാദിഭി ശരീരസ്ഥിതി മാത്ര പ്രയോജനം. അത് എന്താണെന്ന് പറയുന്നു. ഈ ശരീരാദികളെ കൊണ്ട്, ശരീര മനസ്സ് ബുദ്ധികളെ കൊണ്ട് ശരീരസ്ഥിതിക്ക് മാത്രം പ്രയോജനമുള്ള കർമ്മം. കേവല ശബ്ദപ്രയോഗ, ശാരീരം കേവലം കർമ്മ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടി മാത്രമുള്ള കർമ്മങ്ങൾ. അതെങ്ങനെ? അഹം കരോപി ഇത്യഭിമാനവർജിതം, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമില്ലാതെ ശരീരാദി ജ്യേഷ്ഠ മാത്രം, കേവലം ശരീരപ്രവർത്തനങ്ങൾ മാത്രം നടക്കുന്നു. അതും എങ്ങനെ? ലോകദൃഷ്ട്യാ കുർവൻ. അത് മുഖ്യമാണ്. ഈ കർമ്മം ചെയ്യുന്നു എന്ന് പറയുന്നത് ലോകദൃഷ്ടിയിലാണ്. ലോകർ കാണുന്നതാണ് കർമ്മം ചെയ്യുന്നതായിട്ട്. അവിടെ ആ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെയ്യുന്നുവെന്നോ ചെയ്യാതിരിക്കുന്നോ എന്നുള്ള ഭാവമില്ല. ലോകർ കാണുന്നു, ചിലർ ചെയ്യുന്നു, ചിലർ ചെയ്യുന്നില്ല, ചിലർ ചില പ്രത്യേക രീതിയിൽ ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്നു ലോകദൃഷ്ടിയ. തത്വജ്ഞാനിയുടെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്തെല്ലാം ഇത് സമാനമാണ്. ലോകദൃഷ്ടിയ, കാണുന്നവന്റെ കാഴ്ചയനുസരിച്ച്. കാണുന്നവൻ കണ്ടിട്ട് അഭിപ്രായം പറയുകയാണ്, ഇയാൾ ലോകസംഗ്രഹാർത്ഥം ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഇയാൾ ഒന്നും ചെയ്യുന്നില്ല എന്നിങ്ങനെ കാഴ്ചക്കാരൻ വേർതിരിക്കുന്നതാണ്. പരമാർത്ഥ അവസ്ഥയിലവിടെ ഒരു ഭേദമില്ല. നാപനോദികൾ വിഷം, അവൻ പാപത്തെ പ്രാപിക്കുന്നില്ല. ഈ വിഭജനങ്ങളെല്ലാം ബ്രഹ്മജ്ഞാനികളെ കുറിച്ച് ശാസ്ത്രത്തിൽ പലതരത്തിൽ, ബ്രഹ്മവിദ്, ബ്രഹ്മവിദ് വരൻ, ബ്രഹ്മവിദ് വരീയാൻ, ബ്രഹ്മവിദ് വരിഷ്ഠൻ, ഇങ്ങനെയെല്ലാം പലതരത്തിലുള്ള വിഭജനങ്ങളുണ്ട്. ഇതെല്ലാം എന്താണ്? ലോകദൃഷ്ട്യ. അതാണ് ഇവിടെ മുഖ്യം. കാണുന്നവന്റെ കാഴ്ചയ്ക്കനുസരിച്ച് അവൻ കൊടുക്കുന്നതാണ്. ജ്ഞാനിയെ ഒരു തരത്തിലും പാപം ബാധിക്കുന്നില്ല. ഏവം ഭൂതസ്യ പാപശബ്ദവാച്യ കിൽബിഷപ്രാപ്തി അസംഭവ. ഇങ്ങനെയുള്ള ഒരു തത്വജ്ഞനെ ഈ കിൽബിഷം, അതായത് പാപം ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഇനി എന്ത് വരുന്നു? കിൽബിഷം സംസാരം ആപ്നോതി, വീണ്ടും അയാൾക്ക് സംസാരമില്ല. അതാണ് ഇവിടെ മുഖ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സംസാരത്തിൽ നിന്നുള്ള മോചനം എങ്ങനെ സാധിക്കും? സംസാരം എങ്ങനെ ഒഴിവാക്കപ്പെടുന്നു? അതാണ് ഇവിടെ, അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു വരുന്നത്. ഈ തരത്തിലുള്ള ഒരു ത്യാഗിയെ, തത്വജ്ഞാനിയെ സംസാരം പിടികൂടുന്നില്ല. ജ്ഞാനാഗ്നി ദഗ്ധ സർവകർമ്മത്വ, ജ്ഞാനാഗ്നി ദഗ്ധ സർവകർമ്മത്വ, ജ്ഞാനാഗ്നി അയാളുടെ സർവകർമ്മങ്ങളെയും ദഹിപ്പിച്ചിരിക്കുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു, അപ്രതിബദ്ധേന മുച്യതേ, യാതൊരു പ്രതിബന്ധവും കൂടാതെ അയാൾ മോചിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതെന്താ എടുത്തു പറയുന്നത്? പ്രതിബന്ധം കൂടാതെ മോചിക്കപ്പെടുന്നു. അയാൾ ജീവിച്ചിരിക്കെ തന്നെ മുക്തനായിരിക്കുന്നു. എന്തുകൊണ്ട്? ജീവിച്ചിരിക്കെ തത്വജ്ഞാനിയുടെ മോക്ഷത്തിന് തടസ്സമായിരിക്കാവുന്ന കർമ്മങ്ങൾ കൂടി അയാൾ ഒഴിവാക്കിയിരിക്കുന്നു. തത്വജ്ഞാനിക്ക് ചിത്തവിക്ഷേപത്തെ ഉണ്ടാക്കുന്നതായ, അത് ലോകദൃഷ്ടിയിലാണ്, തത്വജ്ഞാനിക്കും ചിത്തവിക്ഷേപത്തെ ഉണ്ടാക്കാവുന്നതായ ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ അതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ആ ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ അമുക്തി അനുഭവത്തിന് പ്രതിബന്ധമാണ്. ജീവൻ മുക്തിയിൽ അയാൾ അനുഭവിക്കേണ്ടതായ
ആനന്ദാനുഭവം, ലൗകിക ആനന്ദങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കർമാനുഷ്ഠാനത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തിൽ നിന്നുമെല്ലാം വിലക്ഷണമായിരിക്കുന്ന ആത്മാനുഭവം. ആത്മാനുഭവത്തിന് തടസ്സമായിരിക്കുന്ന ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ ചിത്തവിക്ഷേപം, അതിനെ പ്രതിബന്ധം എന്ന് പറയുന്നു. ആ പ്രതിബന്ധത്തിൽ നിന്നും മുക്തനായിരിക്കുന്നു. മുക്തിക്ക് അവിടെ തടസ്സമായിട്ട് യാതൊന്നുമില്ല. അല്ലെങ്കിൽ മുക്തിയുടെ അനുഭവത്തിന് തടസ്സമായി ആ വർത്തമാന ജന്മത്തിൽ മറ്റൊന്നും ശേഷിക്കുന്നില്ല. അങ്ങനെ ഒരു സംസ്കാരം നിൽക്കുന്നില്ല. ഏവേദി പൂർവോക്തം സമ്യക് ദർശന ഫല അനുവാദ ഏവ യേശ. അതുകൊണ്ടെന്നാണ് മുമ്പ് പറഞ്ഞ സമ്യക് ദർശന ഫലമായ ജീവൻ മുക്തി അതിനിവിടെ എടുത്തു പറയുകയാണ്, ഒന്നുകൂടെ പറയുകയാണ്. ഏവൻ ശരീരം കേവലം കർമ്മ ഇത്യസ്യ അർത്ഥസ്യ പരിഗ്രഹി നിരവധ്യം ഭവതി. അതുകൊണ്ടെന്താണ് ശരീരം കേവലം കർമ്മ എന്നുള്ളിടത്ത് ഈ അർത്ഥം തന്നെ സ്വീകരിക്കണം. കേവലം ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചേഷ്ടകൾ മാത്രമേ അത്തരമൊരു ജീവൻ മുക്തനിൽ കാണപ്പെടുന്നുള്ളൂ. മറ്റൊരു തരത്തിലുള്ള ലോകസംഗ്രഹ പ്രവർത്തനങ്ങളോടെ കാണുന്നില്ല. അതുകൊണ്ട് ആ അർത്ഥത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമാകും. അപ്പൊ രണ്ട് തരത്തിലുള്ള തത്വജ്ഞാനികളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു? ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു, ധാർമ്മികമായ സത്കർമ്മങ്ങൾ ചെയ്യുന്നു. മറ്റൊരു കൂട്ടരാണെങ്കിലോ തെക്ത സർവപരിഗ്രഹന്മാരായി സർവപരിഗ്രഹത്തെയും ഉപേക്ഷിച്ചു. ആശ്രമം, ശിഷ്യന്മാര്, ഉപദേശം തുടങ്ങിയ സർവകാര്യങ്ങളും ഉപേക്ഷിച്ചു. കേവലം ശരീരത്തെ മാത്രം നിലനിർത്തി ജീവൻ മുക്തന്മാരായി കഴിയുന്നു. അങ്ങനെ രണ്ടു കൂട്ടരുണ്ട്. അത് രണ്ടിനെയും ഇവിടെ ഇതിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ശങ്കരാചാര്യർ പറയുന്ന സർവകർമ്മ സന്യാസം, ആത്മജ്ഞാനനിഷ്ഠാപൂർവകമായിട്ടുള്ള സർവകർമ്മ സന്യാസം, അവിടെ ബാഹ്യമായിട്ടുള്ള കർമ്മസന്യാസം പൂർണ്ണമായിരിക്കുന്നത് ഈ പറഞ്ഞ കൂട്ടറിലാണ്, രണ്ടാമത് പറഞ്ഞവരിലാണ്. ബാഹ്യ സന്യാസവും പൂർണ്ണമായിരിക്കുന്നു. പക്ഷെ അതിന് അടിസ്ഥാനമായിരിക്കുന്ന എന്താണ്? ജ്ഞാനനിഷ്ഠയാണ്. അല്ല ബാഹ്യമായി കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് സന്യാസി എന്ന് പറഞ്ഞ് വേഷം ധരിച്ച് യാത്ര ചെയ്യുന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത്. അതാർക്കും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അവിടെ ജ്ഞാനനിഷ്ഠയില്ല. സന്യാസം എന്നുള്ള ഒരു അഭിമാനം മാത്രമാണ് ഉള്ളത്. അപ്പൊ സന്യാസ അഭിമാനത്തോടുകൂടി നടക്കുന്ന സന്യാസിമാരെ കുറിച്ചല്ല പറയുന്നു. ഇവിടെ ആന്തരികമായി ബാഹ്യമായും ത്യാഗം പൂർണ്ണമായി കേവല ശരീരചേഷ്ടയ്ക്കനുസരിച്ച് സഞ്ചരിക്കുന്നവരാണ്. അതെന്തിനങ്ങനെ സഞ്ചരിക്കുന്നു? പ്രാരബ്ധം ഒടുങ്ങാത്തതുകൊണ്ട് സഞ്ചരിക്കുന്നു. പ്രാരബ്ധം ഒടുങ്ങുന്നതുവരെ സഞ്ചരിക്കുന്നു. സഞ്ചരിക്കുക എന്ന് വെച്ചാൽ ആ ജീവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അല്ല നടക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, നടത്തിയിരിക്കുക കിടക്കുക എന്നുള്ളതല്ല. ആ ജീവൻ ആ ശരീരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു, ശരീരപാദം വരെ. അവരാണ് തെക്ത സർവ പരിഗ്രഹം. അവരെയും പാപങ്ങൾ ബാധിക്കുന്നില്ല. അവിടെ സംസാരം ഒടുങ്ങുന്നു. അവരെ കുറിച്ചാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉപനിരാശീഹി, ആശകളെല്ലാം ഒടുങ്ങിയവനും, യഥചിത്താത്മാ, മനസ്സിനെയും മനസ്സിനെയും ശരീരേന്ദ്രിയങ്ങളെയും പൂർണ്ണമായും വശത്താക്കിയവനും, തെക്ത സർവപരിഗ്രഹങ്ങളെയും സർവസമ്പാദ്യങ്ങളെയും ഉപേക്ഷിച്ചവനും ആയ ജീവൻ മുക്തൻ, ശരീരം കേവലം കർമ്മകുർവൻ, കേവലം ശരീര നിലനിൽപ്പിന് വേണ്ടിയുള്ള കർമ്മചേഷ്ടകൾ അനുഷ്ഠിക്കുന്നവനായാൽ പോലും കിൽബിഷം നാപ്നോതി, സംസാരം അവനെ ബാധിക്കുന്നില്ല ഒരു തരത്തിലും. അപ്പൊ ആ സംസാര ബാധ എന്ന് പറയുന്നത് ഒരു തത്വജ്ഞാനിയെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ വ്യാവഹാരികമായി വരുന്ന
ചിത്തവിക്ഷേപങ്ങൾ, ലോകസംഗ്രഹ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ചിത്തവിക്ഷേപം, അത് സംസാരബാധയാണ്. അത്തരത്തിലുള്ള സംസാരബാധ കൂടി ഇവിടെ പറയുന്ന ജീവൻ മുക്തനെ ബാധിക്കുന്നില്ല. അയാൾ ചിത്തവിക്ഷേപശൂന്യനായിരിക്കുന്നു. അതുകൊണ്ട് നിരാശീർയതചിത്താത്മാ ത്യക്തസർവപരിഗ്രഹഃ ശരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ഈ രണ്ടാമത് പറഞ്ഞ തരത്തിലുള്ള സർവകർമ്മ സന്യാസം. ഒന്നാമത് പറഞ്ഞ അങ്ങനെയല്ല, കർമ്മം അനുഷ്ഠിക്കുക തന്നെ അയാൾ കർമ്മസന്യാസിയായിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ശരീരത്തെ നിലനിർത്തുന്ന കർമ്മം മാത്രം ചെയ്ത് ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് അയാൾ സന്യാസിയായിരിക്കുന്നു. ഈ രണ്ടാമത്തെ പക്ഷത്തോടാണ്, അതിനാണ് ആചാര്യസ്വാമികൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്നാമത്തെ പക്ഷത്തെ അംഗീകരിക്കുന്നുണ്ട്, ആർക്കായാലും അത് അംഗീകരിക്കേണ്ടി വരും. പക്ഷെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ രണ്ടാമത്തെ പക്ഷത്തിനാണ്. അത്തരത്തിലുള്ള കർമ്മങ്ങളും ത്യജിക്കുക. അതിനാണ് എപ്പോഴും ആചാര്യസ്വാമികളൊരു ദൃഷ്ടാന്തമായി എടുത്തു കാണിക്കുന്നത്. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കർത്വാപി ന നിബധ്യതേ ത്യക്തസർവപരിഗ്രഹസ്യ യതേഹ അന്നാദേഹ ശരീരസ്ഥിതിഹേതോഃ പരിഗ്രഹസ്യ അഭാവാ യാചനാദിനാ ശരീരസ്ഥിതോ പ്രതിപദായാം പ്രാപ്തായാം അയാചിതം അസംക്ലിപ്തം ഉപപന്നം യദൃച്ഛയാ ഇത്യാദിന വചനേന അനിജ്ഞാതം യതേഹ ശരീരസ്ഥിതി ഹേതോഃ അന്നാദേഹ പ്രാപ്തിദ്വാരം ആവിഷ്കുർവൻ വ്യക്ത സർവപരിഗ്രഹസ്യേതേഹ. സർവപരിഗ്രഹങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വീട്, ആശ്രമം ഇല്ല, ഭക്ഷണത്തിന് വേണ്ടി ഒന്നും സംഭരിച്ചു വയ്ക്കുന്നില്ല, പാകം ചെയ്യുന്നില്ല. അന്നാദേഹേ ശരീരസ്ഥിതി ഹേതോഃ പരിഗ്രഹസ്യ അഭാവ. ശരീരസ്ഥിതിക്ക് കാരണമായിരിക്കുന്ന അന്നാദി, അന്നം, വസ്ത്രം, ഔഷധം തുടങ്ങിയ കാര്യങ്ങൾ, പരിഗ്രഹസ്യ അഭാവം, ഇതൊന്നും അയാൾ പരിഗ്രഹിക്കുന്നില്ല. യാചനാദിന ശരീരസ്ഥിതോ കർത്തവ്യതായ. ഒന്നും സഞ്ചയിച്ചു വയ്ക്കുന്നില്ല. സഞ്ചയിച്ചു വയ്ക്കാതിരിക്കുമ്പോൾ ശരീരത്തിന് വിശപ്പ് വരുന്നു, അന്നം വേണം. അപ്പം എന്ത് ചെയ്യും? സ്വാഭാവികം ഭിക്ഷാടനമാണ് പിന്നെ ഉപായം. യാചനാദിന ശരീരസ്ഥിതോ കർത്തവ്യതായാം പ്രാപ്തായ. ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നു, കൈനീട്ടുന്നു, അങ്ങനെ കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ അതിനും സ്മൃതി പറയുന്നു എന്താണ്? അയാചിതം അസംക്ലിപ്തം ഉപപന്നം യദൃച്ഛയ. അങ്ങനെയുള്ള യതി എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നു? അയാചിതം, യാചിക്കാതെ, ആരും മുമ്പിനും കൈനീട്ടുന്നില്ല. അസംക്ലിപ്തം, യാതൊരു തരത്തിലുള്ള സങ്കല്പവും ചേരാത്തതായ ഭക്ഷണം. യദൃച്ഛയാപന്നം, യാദൃച്ഛികമായി വന്നു ചേരുന്ന ഭക്ഷണം. യാദൃച്ഛികമായി വന്നു ചേരുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ശരീരം വീണുപോകും. ഭക്ഷണം എവിടെയായിരിക്കും കിട്ടുന്നത്? അപ്പോൾ ഭിക്ഷയെക്കുറിച്ച് ചിന്തിക്കും. എങ്ങനെ ഭിക്ഷയെടുക്കണം, എവിടെ നിന്നെടുക്കണം, ഭിക്ഷയുടെ നിയമങ്ങൾ എന്താണ്, എത്രമാത്രം ആകാം ഭിക്ഷ, ഇങ്ങനെ ഉള്ള സങ്കല്പങ്ങൾ വരുന്നു. അതിൽ ആരിൽ നിന്ന് ഭിക്ഷ സ്വീകരിക്കണം, അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പുണ്യമാണോ പാപമാണോ,
അതുകൊണ്ട് തനിക്ക് പുണ്യം ഉണ്ടാകുമോ പാപം ഉണ്ടാകുമോ? അപ്പൊ ഭിക്ഷ സ്വീകരിക്കുന്നവന് ഇങ്ങനെയുള്ള ഒരുപാട് സങ്കല്പങ്ങൾ അതിനെ തുടർന്ന് ചെയ്യേണ്ടി വരും. കാരണം എന്തുകൊണ്ട്? ഭിക്ഷ സ്വീകരിക്കുന്നതിന് നിയമങ്ങളുണ്ട്. ഇങ്ങനെ സ്വീകരിക്കാൻ പാടണം, ഒരു ദിവസം ഇത്ര വീട്ടിലേ കയറാവും, ഇത്ര ഭക്ഷണമേ കഴിക്കാവൂ, ഭക്ഷണത്തിന്റെ അളവിന് നിയമമുണ്ട്, കിട്ടുന്ന ഭക്ഷണത്തിൽ രുചി നോക്കാൻ പാടില്ല, ശുദ്ധമായിരിക്കണം, വാങ്ങുന്ന ശുദ്ധ സങ്കല്പത്തോടെ ആയിരിക്കണം, നൽകുന്ന ശുദ്ധ സങ്കല്പത്തോടെ ആയിരിക്കണം. അങ്ങനെ ഭിക്ഷയെ സംബന്ധിച്ചുള്ള നിയമങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഭിക്ഷയ്ക്ക് വേണ്ടി പോകുന്നവൻ ഭക്ഷണം പാകം ചെയ്യുന്നില്ല, ഭക്ഷണ സാധനങ്ങൾ ഒരു കൂട്ടി വയ്ക്കുന്നില്ല, ആശ്രമം ഉണ്ടാക്കുന്നില്ല, അവിടെ താമസിക്കുന്നില്ല, വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇതൊക്കെ ആവശ്യമായി വരുമ്പോൾ അയാൾക്ക് യാചിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തമായി ഒന്നും സംഭരിക്കാത്തതുകൊണ്ടാണ് യാചിക്കുന്നത്. സ്വന്തമായി സമ്പാദിച്ചു വയ്ക്കുന്നവൻ യാചിക്കാനും പാടില്ല. അങ്ങനെയുണ്ട്. ഭിക്ഷുവിന് യാചനയ്ക്കുള്ള നിയമം, അയാൾ യാചിച്ച് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ച് പിന്നെ കഴിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവൻ യാചിക്കാൻ പാടില്ല. ആശ്രമത്തിൽ താമസിച്ചിട്ട് പോയി യാചിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അപ്പോൾ അവിടെ സംഗ്രഹിക്കും, യാചിച്ച് സംഗ്രഹിക്കും. വസ്ത്രമായാലും ഭക്ഷണമായാലും ശരീരസ്ഥിതിക്ക് ആവശ്യമുള്ള ഔഷധങ്ങളായാലും. അപ്പം അതൊന്നും ഭിക്ഷ സ്വീകരിക്കുന്നവൻ അതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭിക്ഷ എന്ന് പറയുന്നത് തൽക്കാലത്തേക്കാണ്. വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ അതിന് ഭിക്ഷ എന്ന് പറയാൻ പറ്റത്തില്ല. സൂക്ഷിച്ചത് സമ്പാദ്യമായി ഭിക്ഷയാണ്. ഭിക്ഷ എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? തൽക്കാല ആവശ്യത്തിന് വേണ്ടി മാത്രം സ്വീകരിക്കുന്ന ഭിക്ഷയാവും. നമ്മൾ ആലങ്കാരികമായ ഭാഷയും വേഷഭൂഷാദികളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പറയും നമ്മൾ ഭിക്ഷ സ്വീകരിക്കാൻ പോകുന്നു, ഭിക്ഷ വാങ്ങുന്നു. അത് ഭിക്ഷയാകത്തില്ല. മുൻകൂട്ടി എല്ലാം ഏർപ്പാട് ചെയ്തു വെച്ചിട്ട് നമ്മൾ സന്യാസിമാർ ഇന്നത്തെ മോഡേൺ ഭിക്ഷ വലിയ ധനവാന്മാരുടെ വീട്ടിലെല്ലാം മുൻകൂട്ടി ഏർപ്പാട് ചെയ്തു വെച്ച് എന്നിട്ട് കൃത്യസമയത്ത് പോയി ഭക്ഷണം കഴിച്ച് ദക്ഷിണയും വാങ്ങി വരുന്ന ഇന്നത്തെ ഭിക്ഷ അതല്ല. ഭിക്ഷ അത് ഭിക്ഷയാകത്തില്ല എന്നുള്ളത് സംഗ്രഹമാണ്. സംഗ്രഹം ഭിക്ഷയല്ല, പരിഗ്രഹം ഭിക്ഷയല്ല. മറ്റേതങ്ങനെയല്ല. ഭിക്ഷ എന്ന് പറയുന്നത് ശരീരസ്ഥിതിക്ക് വേണ്ടി മാത്രം. ശരീരസ്ഥിതിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞാൽ അവിടെ ഭിക്ഷ അവസാനിപ്പിക്കുന്നു, പിന്നെ ഭിക്ഷ എടുക്കുന്നില്ല. അതും ഭിക്ഷയ്ക്ക് നടക്കുന്നു, ഒരു നിയമം വയ്ക്കുന്നു. അതിനകം ശരീരസ്ഥിതിക്കുള്ള കിട്ടിയില്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുന്നു, പിന്നെ പോകുന്നില്ല. അപ്പൊ തീരുമാനിക്കും എന്താണ്? ഈ ശരീരം നിലനിൽക്കുന്നതിനുള്ള പ്രാരബ്ധം ഒടുങ്ങിയിരിക്കും, അതുകൊണ്ടാണ് കിട്ടാത്തത്. എന്നാ വേണ്ട, ശരീരം നിലനിൽക്കണമെന്നില്ല. 7 വീട് നിശ്ചയിക്കുന്നു. 7 വീട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പിന്നെ 8ാമത്തെ വീട്ടിൽ ഭക്ഷണം കിട്ടുമെന്ന് അന്വേഷിച്ച് പോകുന്നില്ല. എന്തുകൊണ്ട്? ശരീരം നിലനിൽക്കാനുള്ള പ്രാരബ്ധം ഒടുങ്ങിയിരിക്കും, അതുകൊണ്ടാണ് ഭക്ഷണം കിട്ടാത്തത് എന്ന് തീരുമാനിക്കുന്നു, സമാധാനിക്കുന്നു. അവിടെ വേവലാതിയില്ല. ശരീരം അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കിട്ടാതിരുന്ന ശരീരം പതിച്ചു പോകുമല്ലോ എന്ന് ചിന്തിക്കുന്നില്ല. അതാണ് ഭിക്ഷയ്ക്ക് തന്നെയുള്ള നിയമം. യാചിക്കുന്നതിനുള്ള നിയമം തന്നെ അതാണ്. അതൊരിക്കലും അതങ്ങനെ വാങ്ങി താൻ ഭക്ഷിക്കുന്നു. പാകം ചെയ്ത് ഭക്ഷിക്കാൻ പാടില്ല ഭിക്ഷയായി കിട്ടുന്നത്. ഭിക്ഷയായി കിട്ടുന്ന ധാന്യങ്ങളാണെങ്കിൽ അത് കിട്ടുന്ന പോലെ തന്നെ ഭക്ഷിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് സഹിച്ചോളണം. അതാണ് ഭിക്ഷയുടെ തന്നെ നിയമങ്ങൾ, കർശനമായിട്ടുള്ള നിയമങ്ങൾ. അതും ചെയ്യാൻ പാടില്ലെന്നാണ്. അങ്ങനെ ഭിക്ഷ യാചിക്കാനും പാടില്ല. പിന്നെയോ വന്നു ചേരുന്നത് മാത്രം പഠിക്കും, മനസ്സുകൊണ്ട് ആഗ്രഹിക്കരുത്. ഭിക്ഷാന്തേഹിന്ന് ശബ്ദം പറയാൻ പാടില്ല. ശരീരപ്രാരബ്ധത്തിൽ
ദൃഢമായി വിശ്വസിക്കുന്നു. അത് ഇന്നുവരെ നിലനിൽക്കുന്നതിന് ആയിട്ടുണ്ടോ അതുവരെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട്? യതി ജ്ഞാനനിഷ്ഠനായിരിക്കുന്ന വ്യതിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ പ്രാരബ്ധത്തെക്കുറിച്ചോ ശരീരം എന്ന് നിലനിൽക്കുമെന്നോ നശിക്കുമെന്നോ അങ്ങനെയുള്ള ചിന്തകളെ വരുന്നില്ല. ഭക്ഷണം ശരീരം നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം വന്നു ചേരും, അത് കഴിക്കുന്നു. നിത്യാദിനാ വചനേന അനിജ്ഞാതം യതേഹേ ശരീരസ്ഥിതി ഹേതു അന്നാദേ പ്രാപ്തിദ്വാരം. അപ്പൊ ശരീരസ്ഥിതിക്ക് ഹേതുവായിരിക്കുന്ന അന്നാദികൾ, അന്നമായാലും വസ്ത്രമായാലും ഔഷധമായാലും ഇതെല്ലാം അതിനൊക്കെ പ്രാപിക്കുന്നതിനുള്ള പ്രാരബ്ധമുണ്ടെങ്കിൽ അത് പ്രാപിക്കും. അതിനുവേണ്ടി യാതൊരു സങ്കല്പവും ചെയ്യുന്നില്ല. അതിനെക്കുറിച്ചാണ് പറയുന്നത്. യദൃച്ഛാലാഭസന്തുഷ്ട പ്രാർത്ഥിതോ ഉപനതോ ലാഭോ. യദൃച്ഛാലാഭ അപ്രാർത്ഥിതോ ഉപനതോ ലാഭം. മനസ്സുകൊണ്ടൊരു സങ്കല്പവും വയ്ക്കാതെ വന്നു ചേരുന്ന അതിന് എതിർച്ചാലാഭം. ശരീരസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളെ സംബന്ധിച്ചും മനസ്സിൽ സങ്കല്പിക്കുന്നു, അല്ലാതെ വന്നു ചേരുന്നു. തേന സന്തുഷ്ട. അങ്ങനെ വരുന്നിടത്തും പറയും, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെടാതെ സാധനങ്ങൾ തരുന്നിടത്തിരുന്നാൽ പിന്നെ ആവശ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ, ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. സാധനങ്ങളെല്ലാം ഉപലഭ്യമായ സ്ഥലത്തിരിക്കുക, അവിടെ ഇരുന്നു കഴിഞ്ഞാൽ ആശ്രമത്തിൽ ഇരിക്കുക, അവിടെ നമ്മൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, ഭക്ഷണം കൃത്യസമയത്ത് തരും. അത് എതിർച്ചാലാഭമല്ല. അങ്ങനെ എതിർച്ചാലാഭത്തിലാണ് ജീവിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? അവിടെയും മുൻകൂട്ടി കിട്ടാവുന്ന സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടിരിക്കുകയാണ്. അനുകൂല സാഹചര്യങ്ങൾ സ്വയം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. അതിനെ എതിർച്ചാലാഭമാണ്. പ്രാരബ്ധം ശരീരത്തെ നിലനിർത്തണമെങ്കിൽ അത് കിട്ടുന്നു. അതിന് ദേശകാലങ്ങളൊന്നും ആശ്രയിക്കുന്നില്ല, വ്യക്തികളെ ആശ്രയിക്കുന്നില്ല. തേന സന്തുഷ്ട, അതിൽ സന്തുഷ്ടനായിരിക്കുന്നു. സഞ്ജാത അലംപ്രത്യ, അതിൽ തൃപ്തിയുള്ളവൻ, കിട്ടുന്നതിൽ തൃപ്തിയുള്ളവനായിരിക്കുന്നു. ദ്വന്ദ്വാതീത, ദ്വന്ദ്വൈ ശീതോഷ്ണാദിഭി ഹന്യമാനോപി അവിഷണ്ണജിത്തു. സ്പഷ്ടമായി പറയും. ശീതോഷ്ണാദികൾ പീഡിപ്പിച്ചാലും, ശീതോഷ്ണാദി എന്ന് പറയുന്നതുകൊണ്ട് മുമ്പ് ഇവിടെ ചർച്ച ചെയ്ത എല്ലാ ദ്വന്ദ്വങ്ങളെയും എടുക്കണം. മാനാപമാനാദികൾ ഉൾപ്പെടെയുള്ള സർവവും അവിഷണ്ണജിത്ത, ചിത്തവിഷാദം വരാത്തവൻ, അവനാണ് ദ്വന്ദ്വാതീതൻ. വിമത്സര, വിഗത മത്സരോ നിർവൈരബുദ്ധി, മത്സരബുദ്ധി ഇല്ലാത്തവൻ. പ്രതികൂലമാണെന്ന് കരുതുന്നവരോട് മത്സരിക്കുന്നതിനുള്ള മനസ്സ് വരിക, ശത്രുതയുണ്ടെന്ന് തോന്നുന്നവരോട് യുദ്ധം ചെയ്യാൻ ഒരുമ്പെടുക. നിർവൈരബുദ്ധി, അവരെ കുറിച്ചുള്ള വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നവൻ. അവനെന്റെ ശത്രുവാണ്, അവന്റെ ശത്രുവായി തന്നെ കാണണം, അവനെനിക്ക് ഒരുപാട് അപകാരങ്ങൾ ചെയ്തവനാണ്, വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തവനാണെന്നും ഒരാളെ കുറിച്ച് സങ്കല്പിച്ച് മനസ്സിൽ ആ വിദ്വേഷത്തെ സൂക്ഷിക്കുന്നവൻ. അങ്ങനെയല്ല, ഇത് നിർവൈരബുദ്ധി. ഉപദ്രവങ്ങൾ ചെയ്തവരെ കുറിച്ച് മനസ്സിൽ യാതൊരു തരത്തിലുള്ള പ്രതികാര ചിന്തയില്ലാത്തവൻ. എന്തുകൊണ്ട് പ്രതികാരം ചെയ്യുന്നില്ല? അതെല്ലാം തന്റെ പ്രാരബ്ധമാണെന്ന് കരുതുന്നു. അവനെന്ന് തനിക്കിതെല്ലാം അനുഭവിക്കേണ്ടതുകൊണ്ട് ഈ ശരീരത്തിന് അതനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതേ ഉള്ളൂ. തന്റെ പ്രാരബ്ധം അവനെ തന്റെ ശത്രുവാക്കി, തന്റെ പ്രാരബ്ധം അവനെ ഒരു നിമിത്തമാക്കി ആ പ്രാരബ്ധം കൊണ്ട് അനുഭവിക്കേണ്ടതായ കാര്യങ്ങളെ തന്നെ കൊണ്ട് അനുഭവിപ്പിക്കുന്നു. അല്ലാതെ ആരാണോ തന്നെ ഉപദ്രവിച്ചത് അവൻ തന്റെ ശത്രുവല്ല.
അവൻ സ്വയം ശത്രുവാണെന്ന് കരുതുന്നുണ്ടെങ്കിലും തനിക്ക് അവനോട് വൈര്യമില്ല, വിദ്വേഷമില്ല. അങ്ങനെ ഒരു ശത്രുവിനെ സൃഷ്ടിച്ചാരാണ്? തന്റെ പ്രാരബ്ധമാണ്. അതിന് ഉത്തരവാദി താൻ തന്നെയാണ്, അവനല്ല. അതാണ് നിർവൈര ബുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെ ശത്രുക്കളോടൊരു മനോഭാവം വെച്ചു കഴിഞ്ഞാൽ, ശത്രുക്കൾ ചിലപ്പോൾ നശിപ്പിച്ചു കഴിഞ്ഞാലോ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തില്ലെങ്കിലും പ്രതിരോധമെങ്കിലും വേണ്ടേ? ഇവിടെ ഈ പറയുന്നത് തന്റെ സ്ഥിതിയെക്കുറിച്ചോ തന്റെ നാശത്തെക്കുറിച്ചോ ചിന്തിക്കാത്ത ഒരാളെ കുറിച്ചാണ് പറയുന്നത്. പ്രതിരോധിക്കുന്നതിന് വേണ്ടി തന്റെ സ്ഥിതിക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ തന്റെ നാശത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. തന്റെ സ്ഥിതിയും തന്റെ നാശവും വിഷയമല്ലാത്തവന് സംബന്ധിച്ചിടത്തോളം ആക്രമണവും പ്രതിരോധവും ഒന്നുമില്ല. അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നേ തെക്ത സർവപരിഗ്രഹം പറയുന്നു. തനിക്ക് വേണ്ടിയല്ലെങ്കിലും ആശ്രമത്തെ സംരക്ഷിക്കാൻ, ഭക്തന്മാരെ സംരക്ഷിക്കാൻ, ശിഷ്യന്മാരെ സംരക്ഷിക്കാനൊക്കെ ചിലപ്പോൾ യുദ്ധം, ഒരു തരത്തിലും അവിടെ യുദ്ധം ആവശ്യമില്ല. ധർമ്മത്തെ സംരക്ഷിക്കാൻ ഒന്നിനു വേണ്ടിയുമില്ല. നിർവൈര ബുദ്ധി, ഒരു തരത്തിലും വിദ്വേഷം മനസ്സിലില്ലാത്തവൻ, എതിർച്ചാലാപസന്തുഷ്ടൻ. ഇപ്പൊ അർജുനനോട് ഇങ്ങനെ ആകാൻ പറയുകയല്ല, അർജുനനോട് പറയുന്നത് വേറെ കാര്യമാണ്. ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് അർജുനനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെയുണ്ട്, എതിർച്ചാലാപസന്തുഷ്ടനായി ജീവിക്കുന്നു, സമ്പാദിച്ച് ജീവിക്കുന്നവനല്ല. നിർവൈര ബുദ്ധി സമതുല്യ എതിർച്ഛാലാഭസ്യ സിദ്ധാവസിദ്ധൗച. അങ്ങനെ എതിർച്ഛാലാഭം ഉണ്ടായാലും ഇല്ലെങ്കിലും, ശരീരസ്ഥിതിക്ക് വേണ്ടതായ അന്നവസ്ത്രാദികൾ വന്നാലും ഇല്ലെങ്കിലും, സാധാരണ നമ്മളും പറയാറുണ്ട്, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്നുമില്ല. അതൊരു ചെറിയൊരു സമാധാനമാണ്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എനിക്കെങ്ങനെ വേണമെന്നും വേണ്ടെന്നുമില്ല, എന്നാലും ആയിക്കോട്ടെ, അതല്ല ഇവിടെ പറയുന്നത്. ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒന്നുമില്ല, എന്നാലും കഴിച്ചേക്കാം, അതല്ല ഇവിടെ പറയുന്നു. അത് നമ്മളെല്ലാം സാധാരണ പറയുന്നതാണ്. ആ വേദാന്തമല്ല ഇവിടെ പറയുന്നു. സിദ്ധാവസിദ്ധൗച ഏവം ഭൂതോ യതി. അങ്ങനെയുള്ള യതി. കാരണം മറ്റേത് നമ്മുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളും സൂക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത്. വേദാന്തിയാകാൻ വേണ്ടി പറയുന്നതാണ്. എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്നുമില്ല എന്ന് പറയുന്നതല്ല, കേട്ടു പറയുന്നതാണ്. ഇതങ്ങനെയല്ല. അന്നാദേഹേ ശരീരസ്ഥിതി ഹേതുഹോ ലാഭാലാഭയോഹോ സമോ. ശരീരസ്ഥിതിക്ക് ഹേതുവായിരിക്കുന്ന ലാഭാലാഭങ്ങളിൽ സമനായിരിക്കുന്നു. അല്ലാതെ നമ്മൾ വേദാന്തം പഠിച്ചു പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ അഭിമാനത്തെ ലേശമെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രതികരിക്കുന്നതായി കാണാം. പ്രതികരിച്ചു പോവും അറിയാതെ. ലേശം മതി. ദ്വന്ദ്ങ്ങളിൽ സമനായിരിക്കണം എന്ന് പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ആൾ പറയുകയാണ്, ആ പറഞ്ഞതിനൊരു ചെറിയ പെശ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പഠിപ്പിക്കും. താൻ എന്നെ പഠിപ്പിക്കാറായി. ഉടൻ തന്റെ ഗുരുത്വത്തെ ചോദ്യം ചെയ്തു എന്നുള്ള ചിന്തിക്കും. അഭിമാനത്തെ, കാരണം അത്ര സൂക്ഷ്മവും മൃദുവുമാണ് അഭിമാനം എന്ന് പറയുന്നത്. അതിനെ ഒന്ന് സ്പർശിച്ചാൽ മതി, ഉടൻ തന്നെ അസ്വസ്ഥനാകും. ഈ വേദാന്തം പറയുന്ന എല്ലാവരും അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. യതിഹി സമൂഹർഷ വിഷാദവർജിത. തന്റെ അഭിമാനഭംഗത്തിൽ അയാൾക്ക് യാതൊരു തരത്തിലുള്ള വിഷാദവുമില്ല.
ചിലർക്ക് അഭിമാനഭംഗം തോന്നിയാലും പുറമെ പ്രകടിപ്പിക്കത്തില്ല, പക്ഷെ ഉള്ളിൽ വിഷാദിക്കും, ദുഃഖം വരും. എന്നാലും അവൻ എന്നോട് അങ്ങനെ പെരുമാറിയല്ലോ, പക്ഷെ അങ്ങനെ പെരുമാറിയാലും നമ്മൾ ദുഃഖിക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് പുറമേ ദുഃഖിക്കാതിരിക്കും, പക്ഷെ ഉള്ളിൽ വിഷാദം കാണും, മനസ്സിൽ കൊണ്ടു നടക്കും. ദുഃഖഭാരവും പേറി യതി സഞ്ചരിക്കും. അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഹർഷവിഷാദ വർജിത, പുറമേയുമില്ല ഉള്ളിലുമില്ല, നിത്യതൃപ്തൻ എന്ന് പറയുന്ന അങ്ങനെയുള്ളവരെ കുറിച്ചാണ്. കർമാതു അകർമാതെ ദർശി, നേരത്തെ പറഞ്ഞ കർമാകർമ്മങ്ങൾ സംബന്ധിച്ച് പറഞ്ഞ കർമാകർമ്മ ദർശനമുള്ളവൻ. യഥാഭൂത ആത്മദർശനനിഷ്ഠ, ഇത്തരം കാര്യങ്ങൾ ദ്വന്ദ്വത്തിൽ സമനായിരിക്കണം, മാനാപാനം അപമാനങ്ങളിൽ സമനായിരിക്കണം എന്നെല്ലാം കേട്ടിട്ട് നമ്മളത് ശീലിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് അത് ശീലിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് ആരോപിക്കുകയാണ്. നമ്മുടെ ശീലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭ്രാന്തിയാണ്, വിഭ്രാന്തിയാണ്. അതുകൊണ്ടാണ് അത് നമുക്ക് തന്നെ പിന്നീട് തലവേദന ഉണ്ടാക്കുന്നത്. കാരണം അതിനെ കൃത്രിമമായി ശീലിക്കുമ്പോൾ, വാസ്തവത്തിൽ മാനാപമാനങ്ങൾ അന്ധകരണത്തിൽ അതിന്റെ സംസ്കാര രൂപത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ബാഹ്യമായിട്ട് പുറമെ മാനാപമാനങ്ങൾ ഇല്ലാത്തവനാണെന്ന് തന്നെ കുറിച്ച് തന്നെ ധരിക്കുക. ഇതാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. ഇല്ലാത്ത ഒന്ന് തന്നിൽ ആരോപിക്കുകയാണ്. ആരോപിച്ചിട്ട് അതൊന്നും തന്നിലില്ലാത്തവനാണെന്ന് ഭാവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന യതി അങ്ങനെയല്ല, യഥാഭൂത ആത്മദർശനനിഷ്ഠ. അയാളെ മാനാപമാനങ്ങളിൽ നിന്നും അതീതനാക്കുന്ന എന്താണ്? അയാൾ തന്നെ തന്നെ ആരോപിക്കുന്ന സമത്വങ്ങളല്ല, മറിച്ച് യഥാഭൂതമായ സത്യസന്ധമായ ആത്മജ്ഞാനനിഷ്ഠയാണ്. ആത്മജ്ഞാനനിഷ്ഠ കൊണ്ട് മാത്രമേ ഈ പറയുന്ന മാനാപമാന വിവർജിതനാകാൻ പറ്റും. സ്വയം കൽപ്പിതമായ ആരോപിതമായ മാനസിക സമത്വം കൊണ്ട് പറ്റത്തില്ല. കൽപ്പിതമായ ആരോപിതമായ മാനസിക സമത്വം എന്ന് പറയുന്നത് ഒരു ഭാവന എന്നുള്ള നിലയ്ക്ക്, ഒരു സാധന എന്നുള്ള നിലയ്ക്ക് ഒരു പരിധിവരെ അയാളെ ദുഃഖങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നതിന് സഹായിക്കുമെങ്കിലും അതല്ല ഇവിടെ പറയുന്ന മാനാപമാന തുല്യത എന്ന് പറയുന്നത്. അതെന്താണ്? ആത്മനിഷ്ഠയിൽ സഹജമായി വരുന്ന ഒന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞത് യഥാഭൂത ആത്മദർശനനിഷ്ഠ. അതാണ്. അതായത് ഇവിടെ മുമ്പ് തന്നെ പറഞ്ഞല്ലോ, തത്വജ്ഞാനിയുടെ നിഷ്ഠ നില അജ്ഞനായ സാധകന് സാധനയാണ്. അജ്ഞനായിരിക്കുന്ന ഒരു സാധകൻ സാധനയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? തത്വജ്ഞാനിയുടെ നിന്റെ മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് തന്നിൽ ആരോപിക്കുകയാണ്. അങ്ങനെ ആരോപിക്കുമ്പോൾ അയാൾ തിരിച്ചറിയണം ഇത് പരമാർത്ഥമല്ല, ഇത് ആരോപിതമാണ്. ആരോപിതം എന്ന് പറയുമ്പോൾ അതൊരു ഭ്രാന്തിയാണ്. ഒരു ഭ്രാന്തിയെ പിന്തുടർന്നാണ് അയാൾ പോകുന്നത്, സത്യമല്ല. ഭ്രാന്തിയെ പിന്തുടരുന്നത് കൊണ്ട് അയാൾക്കൊരിക്കലും ജ്ഞാനനിഷ്ഠ ഉണ്ടാകുന്നില്ല. പിന്നെ അത് അയാളെ എങ്ങനെ സഹായിക്കുന്നു? മനസ്സിന്റെ വിക്ഷേപങ്ങളെ കുറയ്ക്കുന്നതിനും സാധനയിൽ പുരോഗമിക്കുന്നതിനും അത് അയാളെ സഹായിക്കുന്നു. അത് ജ്ഞാനനിഷ്ഠയല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് യഥാഭൂതം, മറ്റത് കൽപ്പിതം. ഇത് യഥാഭൂതം ആയ ആത്മദർശനനിഷ്ഠനായ ആ ജ്ഞാനി ശരീരസ്ഥിതി മാത്ര പ്രയോജനേ ഭിക്ഷാടനാദി കർമ്മണി, ശരീരസ്ഥിതി മാത്ര പ്രയോജനമായിട്ടുള്ള ഭിക്ഷാടനം തുടങ്ങിയ കർമ്മങ്ങൾ, ശരീരാദി നിർവർത്തിയെ, ശരീരാദി കൊണ്ട് നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങൾ, അവിടെ എന്താണ്? നൈവ കിഞ്ചിത് കരോതി ഗുണാഗുണേഷു വർത്തന്തേ ഇത്യവം സദാ സംപരിചക്ഷണ. ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? അയാൾ സമ്യക് എന്ന് വെച്ചാൽ സഹജമായി ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു. നൈവ കിഞ്ചിത് കരോമി ഗുണാഗുണേഷു വർത്തന്തേ എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസിക ഭാവനയല്ല,
തന്നിൽ അയാൾ ആരോപിക്കുന്നതല്ല, സങ്കല്പരൂപമല്ല, അതിനെക്കുറിച്ച് അയാൾ മനനം ചെയ്യുന്നില്ല, മറിച്ച് അത് സ്വാനുഭവമായിരിക്കുന്നു. അത് സഹജമായ അനുഭവമായിരിക്കുന്നു. ആത്മനഃ കർത്തൃഭാവം അപശ്യൻ, ആത്യന്തികമായി ഇതിനെല്ലാത്തിനും കാരണമായിരിക്കുന്ന അതിസൂക്ഷ്മമായിരിക്കുന്ന കർത്തൃഭാവം, ഞാനിത് ചെയ്യുന്നവനാണ്, ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, അവിടെ പ്രവർത്തിക്കുന്നവൻ എന്നുള്ളതിനോട് കൂടി ചേരുന്ന ഞാനെന്നുള്ള ഭാവത്തെ ഉപേക്ഷിച്ചവനായി, അല്ലെങ്കിൽ അത് ഒഴിഞ്ഞു പോയവനായി പശ്യൻ, കർത്തൃഭാവം പശ്യൻ. പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നിൽ പ്രവൃത്തി നടക്കുന്നു, ആ പ്രവൃത്തിയോടുകൂടി കൂടിച്ചേരുന്ന ഞാൻ എന്നുള്ള ഭാവം കൂടി അന്ധകരണത്തിൽ വരുമ്പോൾ തന്റെ പ്രവൃത്തി ആയിത്തീരുന്നു. ആ പ്രവൃത്തി ഞാൻ എന്റെ പ്രവൃത്തിയായിത്തീരുന്നു. അവിടെ കർത്തൃഭാവം വരുന്നു. ഇവിടെ പറയുന്ന ഏതി തത്വജ്ഞാനിയുടെ പ്രവൃത്തിയിൽ ആ പ്രവൃത്തി ശരീരത്തിൽ നടക്കുന്നു. ഭിക്ഷാടനാദി പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞു. ആ പ്രവൃത്തിയോട് ഒരിക്കലും ഞാൻ എന്നുള്ള ഭാവം കൂടിച്ചേരുന്നുണ്ട്. അതാണ് കർത്തൃഭാവം പശ്യൻ. കർത്തൃഭാവത്തെയാണ് കാണുന്നത്. ആ കർത്തൃഭാവം എന്ന് പറയുന്നത് എന്താണ്? അത് ആത്മസ്വരൂപമാണ്. സ്വസ്വരൂപത്തെ തന്നെ കണ്ടുകൊണ്ട് നൈവ കിഞ്ചിത് ഭിക്ഷാടനാദികം കർമ്മ കരോതി, ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്നാണ്. എന്നുവെച്ചാൽ പരമാർത്ഥത്തിൽ ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്നാണ്. അപ്പൊ ബാഹ്യമായി ലോകദൃഷ്ടിയിൽ പ്രവൃത്തികൾ അവിടെ നടക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അയാളിൽ ഭിക്ഷാടനാദി കർമ്മങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ബാഹ്യമായി പരിത്യജിച്ച് അവസാനം ത്യജിക്കാൻ കഴിയാതെ ശരീരസംബന്ധിയായി നിലനിൽക്കുന്ന ഒരു കർമ്മമാണ് ഭിക്ഷാടനാദി. അതുകൂടി നടക്കുന്നില്ല എന്നുള്ളത്. അതാണ് ലോകവ്യവഹാര സാമാന്യ ദർശനേനതു ലൗകികീർ ആരോപിത കർത്തൃത്വയെ ഭിക്ഷാടനാദോ കർമ്മണി കർത്താ ഭവതി. കാണുന്നവൻ പറയും എന്താണ്? അയാൾ ഭിക്ഷയെടുക്കുന്നു എന്ന് പറയും. ഇത് ഭിക്ഷാടനം മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമഹംസനിലും ലോകസംഗ്രഹാർത്ഥം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തത്വജ്ഞാനിയിലും ഒരുപോലെ തന്നെ. ഇവിടെ രണ്ടാമത്തെ ആളിനെ കുറിച്ച് പറയുന്നതുകൊണ്ട്, അതായത് ഭിക്ഷാടനം മാത്രം പ്രവർത്തിക്കുന്ന ഒരാളെ കുറിച്ച് പറയുന്ന സന്ദർഭമായതുകൊണ്ട് അത് പറയുന്നു എന്നേ ഉള്ളൂ. എന്താണ്? ലോകവ്യവഹാര സാമാന്യ ദർശനം. മറ്റുള്ളവരുടെ പ്രവൃത്തിക്ക് മായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കുന്നു. നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കുന്നത് തന്നോട് താരതമ്യം ചെയ്തിട്ടാണ്. തത്വജ്ഞാനിയെ വിലനിർത്തുന്നത് അജ്ഞനാണ്. എങ്ങനെ? തന്റെ പ്രവൃത്തിയുമായി താരതമ്യപ്പെടുത്തി, അല്ലെങ്കിൽ തന്നെ പോലെയുള്ള മറ്റു മനുഷ്യരുടെ പ്രവൃത്തിയുമായി താരതമ്യപ്പെടുത്തി. ഞാൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് അയാളും ഇങ്ങനെ ആയിരിക്കും പ്രവർത്തിക്കുന്നതെന്ന് കരുതുന്നു. തത്വജ്ഞാനിയിലും ഇവൻ കാണുന്നു എന്താണ്? രാഗദ്വേഷങ്ങൾ കാണുന്നു, സങ്കല്പങ്ങൾ കാണുന്നു, ശരീര വാചിക മാനസിക പ്രവൃത്തികൾ കാണുന്നു. ഇതെല്ലാം കാണുന്നു. കണ്ടാൽ ഉടനെ അയാൾ എന്ത് ചെയ്യുന്നു? ലോകവ്യവഹാര സാമാന്യം, തന്റെ പ്രവൃത്തി അല്ലെങ്കിൽ തന്നെ പോലെയുള്ള മറ്റുള്ളവരുടെ പ്രവൃത്തി ഇതുപോലെയാണ്, അതുപോലെ ആയിരിക്കും അവിടെ ജ്ഞാനിയിലും കാണുന്നത് എന്നയാൾ കൽപ്പിച്ചിട്ട് ലൗകികേഹി ആരോപിത കർത്തൃത്വേ, സാമാന്യ ജീവന്മാർ അജ്ഞന്മാരായിട്ടുള്ളവരെന്ത് ചെയ്യുന്നു? ഈ പ്രവൃത്തികളെല്ലാം അവരിൽ ആരോപിക്കുകയാണ്. അത് ലോകസംഗ്രഹ പ്രവൃത്തിയായാലും ഭിക്ഷാടനം പോലെയുള്ള പ്രവൃത്തികളായാലും ശരി, അതിലാരോപിച്ചിട്ട് ഭിക്ഷാടനാദു കർമ്മണി കർത്താ ഭവതി. അങ്ങനെ ആരോപിത ദൃഷ്ടിയിലാണ് അയാൾ ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഭിക്ഷാടനം പോലെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നതും. കാണുന്നവന്റെ കാഴ്ചയ്ക്കനുസരിച്ചാണ്, തത്വജ്ഞാനിയുടെ നിലയിലല്ല എന്നർത്ഥം.
അവിടെ തത്വജ്ഞാനി ലോകസംഗ്രഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ആ പറയുന്നവന്റെ അജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ് ആ പറച്ച്. അതൊരിക്കലും തത്വജ്ഞാനിയുടെ അവസ്ഥയല്ല. തത്വജ്ഞാനിയുടെ അവസ്ഥ അത് അനിർവചനീയമാണ്. അത് ചിലർ ഭിക്ഷാടനം ചെയ്യുന്നു, ചിലർ ലോകസംഗ്രഹ പ്രവൃത്തി ഏർപ്പെടുന്നു. അതുകൊണ്ട് ഒന്ന് ശ്രേഷ്ഠമാണ്, മറ്റത് മോശമാണ്, ഒന്ന് പാരമാർത്ഥികമാണ്, മറ്റത് പാരമാർത്ഥികമല്ല. ഇങ്ങനെയെല്ലാമുള്ള നിർവചനങ്ങളും പറച്ചിലുകളുമെല്ലാം എന്താണ്? ലൗകികയിൽ ആരോപിതമാണ്. അജ്ഞന്റെ ആരോപണമാണ് ഇതെല്ലാം. അവൻ കാണുന്നതിനെ പറയുന്നു, അങ്ങനെ അവനിൽ പലതും ആരോപിക്കുന്നു. അയാളെ ത്യാഗിയാണെന്ന് പറയുന്നു, അയാളെ ഭോഗിയാണെന്ന് പറയുന്നു. ഇതെല്ലാം ആരോപണങ്ങളാണ്. തത്വജ്ഞാനിയെ സംബന്ധിച്ചാണെങ്കിലോ സ്വാനുഭവേനതു ശാസ്ത്രപ്രമാണാദി ജനിതേന അകർത്തായവ. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം സ്വാനുഭവത്തിലാണ് നിൽക്കുന്നത്, അജ്ഞന്റെ അനുഭവത്തിലല്ല. വിജ്ഞൻ സ്വന്തം അനുഭവത്തിൽ നിൽക്കുകയാണ്. എങ്ങനെയുള്ള അനുഭവം? ശാസ്ത്രപ്രമാണാദി ജനിതേന, ശാസ്ത്രപ്രമാണം, ഉപനിഷദ് വിദ്യ, ഇതിലൂടെയും മറ്റും ജനിതമായ അനുഭവം. അങ്ങനെ ഒരു അനുഭവമുണ്ട്, പറച്ചിലിനപ്പുറമുള്ള ഒരനുഭവമുണ്ട്. അവിടെ എന്താണ്? അകർത്തായവ. അവിടെ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, ലോകസംഗ്രഹവും ചെയ്യുന്നില്ല, ഭിക്ഷാടനവും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അകർത്തായവ. പിന്നെ ഈ പറയുന്നതോ ലോകത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്ത മഹാഗുരുവാണെന്നും പറഞ്ഞ് നമ്മൾ വാഴ്ത്തുന്നുണ്ടല്ലോ, അതൊക്കെയോ സൈവം പരാധ്യാരോപിത കർത്തൃത്വം, മറ്റുള്ളവർ ആരോപിക്കുന്നതാണത്. മറ്റുള്ളവർ കൽപ്പിക്കുകയാണ്. എന്താണ്? പരാരോപിത കർത്തൃത്വം. പരന്മാർ ആരോപിക്കപ്പെടുന്നതാണ്. പരൻ എങ്ങനെയാണോ തന്നിൽ പലതും ആരോപിച്ചിരിക്കുന്നത്, അതുപോലെ തത്വജ്ഞനും ആരോപിക്കുകയാണ്. ഇതല്ല വാസ്തവത്തിൽ. സ്വാനുഭവത്തിൽ അതൊന്നുമില്ല. മറ്റുള്ളവർ തന്നിൽ ആരോപിക്കുന്നത് പോലെ തത്വജ്ഞനും ഓരോന്ന് ആരോപിച്ചിട്ട് അവരെ തരംതിരിക്കുകയാണ്. ഇയാൾ ഇന്ന തരത്തിൽപ്പെട്ടയാളാണ്, ഇയാൾ ഇന്ന തരത്തിൽപ്പെട്ടയാളാണെന്ന് തരംതിരിക്കുകയാണ്. ഇതാണ് അതിന്റെ പരമാർത്ഥം. പരാരോപിത കർത്തൃത്വമാണ്. പരാരോപിതമായിട്ടാണ് അയാളുടെ പ്രവൃത്തികളെല്ലാം. അതുകൊണ്ട് ശരീരസ്ഥിതി മാത്രപ്രയോഗം ഭിക്ഷാടനാദികം കർമ്മകൃത്വാവി പറയുന്നല്ലോ. ഇത്രയും വലിയ തത്വജ്ഞാനിയായിട്ട്, ഇത്രയും വലിയ നിലയിലെത്തിയിട്ട് വീണ്ടും അയാൾ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്താണ്? ഭിക്ഷാടനം പോലെയുള്ള കർമ്മങ്ങൾ ഏർപ്പെട്ടിരുന്നു. അതുകൂടി അയാൾക്ക് ഉപേക്ഷിച്ചൂടെ? അതും വിട്ടിരുന്നൂടെ? കാരണം അയാൾ ആത്മസ്വരൂപമാണെങ്കിൽ പിന്നെ എന്തിനാ ഈ തുച്ഛമായ ശരീരത്തെ നിലനിർത്തുന്നതിനൊരു ഭിക്ഷാടനം, അങ്ങനെ ഒരു പ്രവൃത്തി എന്തിനു വന്നു? ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നുണ്ടോ? പറയുന്നു നിബദ്ധ്യത. കാണുന്നതൊന്നും പരമാർത്ഥമല്ല, പരമാർത്ഥമല്ലാത്ത ഒന്നിനും അയാളെ ബാധിക്കാനും സാധ്യമല്ല. എന്തുകൊണ്ട്? ബന്ധഹേതോഹു കർമ്മണഃ സഹേതുകസ്യ ജ്ഞാനാഗ്നിന ദഗ്ധത്വ ഇത്യുക്ത അനുവാദ ഏഷഃ. അപ്പൊ ഇവിടെ ഈ ചർച്ച ചെയ്യുന്ന കാര്യം മുമ്പ് പറഞ്ഞതിനെ ഒന്നുകൂടി വിശദമാക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്താണ്? ബന്ധഹേതോഹോ കർമ്മണഃ സഹേതുകസ്യ. ആ കർമ്മം അതിന്റെ കാരണസഹിതം, അതിന്റെ കാരണമായിരിക്കുന്ന കർമ്മത്തിന് കാരണമായിരിക്കുന്ന രാഗദ്വേഷങ്ങൾ, അതിന് കാരണമായിരിക്കുന്ന അജ്ഞാനം, ഇവയോടൊപ്പം അതെന്ത് ചെയ്യുന്നു? ജ്ഞാനാഗ്നിന ദഗ്ധത്വ. ജ്ഞാനാഗ്നി കൊണ്ടത് ദഹിച്ചുപോയി. അതുകൊണ്ട് തത്വജ്ഞാനിയെ സംബന്ധിച്ചുള്ള നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും അത് അജ്ഞാനവിരസിതമാണോ എന്ന് തിരിച്ചറിയണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് തത്വജ്ഞാനിക്ക് യാതൊരു പങ്കുമില്ല. അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതെന്തായാലും ശരി, ലോകസംഗ്രഹ പ്രവർത്തനമായാലും ശരി, ഭിക്ഷാടനമായാലും ശരി, അവിടെ നമ്മൾ കാണുന്ന പരിപൂർണമായ ത്യാഗമായാലും ശരി, ഭോഗമായാലും ശരി, അതിനെ സംബന്ധിച്ച് നമ്മളുടെ സങ്കല്പങ്ങളെല്ലാം വെറും ഈ അജ്ഞന്റെ അജ്ഞാനത്തിന്റെ കൽപ്പനകളാണ്.
അത് സത്യമല്ല. പരമാർത്ഥം എന്താണെന്ന് സ്വാനുഭവേന അത് തത്വജ്ഞാനിക്ക് മാത്രമേ, തത്വജ്ഞാനിയുടെ അനുഭവത്തിൽ മാത്രമേ പരമാർത്ഥമുള്ളൂ. ബാക്കിയെല്ലാം ഊഹാപോഹങ്ങളാണ്, അജ്ഞന്റെ ഊഹാപോഹങ്ങളാണ്, നിഗമനങ്ങളാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ തത്വജ്ഞനെ ഇതൊന്നും തന്നെ ബന്ധിക്കുന്നില്ല. അപ്പൊ തത്വജ്ഞനെ സംബന്ധിച്ച് ഒരാരോപണവും ആർക്കും ഉന്നയിക്കാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ തത്വജ്ഞനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാലും അത് ആരോപിതമായിരിക്കും, കല്പിതമായിരിക്കും. അതിന് പരമാർത്ഥവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. അതാണ് പറയുന്നത്. ശ്ലോകത്തിൽ നോക്കുക. യദൃച്ഛാലാഭസന്തുഷ്ട, യദൃച്ഛയാ ലഭിക്കുന്നതിൽ തന്നെ സന്തുഷ്ടനായി, എന്നുവെച്ചാൽ സദാ സന്തുഷ്ടനായി, ദ്വന്ദ്വാതീതനായി, വിമത്സരനായി, മത്സരബുദ്ധിയില്ലാത്തവനായി, സിദ്ധ അവസിദ്ധോച സമഹ, സിദ്ധി അസിദ്ധികളിൽ സമനായി ഇരിക്കുന്ന ജ്ഞാനി അല്ലെങ്കിൽ കർമ്മയോഗി, കൃത്വാപി ന നിബധ്യതേ, അവൻ നിശ്ചയിതാലും കാണുന്നതിന്റെ ദൃഷ്ടിയിൽ അവൻ പ്രവർത്തിച്ചാലും ന നിബധ്യതേ, ബന്ധിക്കപ്പെടുന്നില്ല, അവനെ പ്രവൃത്തി ബന്ധിക്കുന്നില്ല. കർമ്മയോഗിയെ സംബന്ധിച്ചായാലും തത്വജ്ഞാനത്തെ സംബന്ധിച്ചാലും ഇതിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കർത്വാപി ന നിബധ്യതേ ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ.